നമസ്കാരം. നമ്മളെപ്പോഴും സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തം എത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഭയങ്കര ഘോരം പ്രസംഗിക്കും അല്ലേ? സ്ത്രീകൾക്ക് അത് വേണം, സ്ത്രീകൾക്ക് ഇത് വേണം, സ്ത്രീ സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പുരുഷ മേധാവിത്വം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്നോർത്തോണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവർ ജീവിതത്തിലൊന്നും ആവില്ല, അവർ ജീവിതത്തിൽ ദുഃഖിച്ചിങ്ങനെ ജീവിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ പുരുഷൻ്റെ നെഞ്ചത്ത് കയറി ചവിട്ടിട്ട് മുന്നോട്ട് പോകണം എന്നല്ല പറയണേ. അവരെയും കൂടെ ഉൾക്കൊണ്ട് നമ്മുടെ ഭാഗത്ത് അവരെയും കൂടെ നിർത്തി നമുക്ക് മുന്നേറാൻ സാധിച്ചാൽ അതാണ് വിജയം, ഇല്ലേ? അവരെയും കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു എന്താ പറയണേ, ഒരു വിജയമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് എടുക്കുന്ന തീരുമാനങ്ങളും ഒന്നിച്ചുള്ള സാമ്പത്തിക ഭദ്രതയും എല്ലാം ആ കുടുംബത്തിൻ്റെ വിജയത്തിലല്ലേ കലാശിക്കുള്ളൂ. അതല്ലാണ്ട് ഒരാൾ മാത്രം പണി ചെയ്തുകൊണ്ട് വന്ന് സാമ്പത്തികമായിട്ട് സഹായിക്കും, അത് ഒന്നിനും തികയാതെ വരുന്ന ഒരവസ്ഥ ഇന്നത്തെ കാലത്തുള്ളത്. ഇന്നത്തെ വിദ്യാഭ്യാസ ചെലവ് കൂടുതലാണ്, സാമ്പത്തികം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ ചിലവുകൾ കൂടുതലാണ്. ഒരു ഹോസ്പിറ്റൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചിലവ് കൂടുതലാണ്. എല്ലാത്തിനും ഭയങ്കര ചിലവുള്ള ഈ കാലത്ത് രണ്ടുപേരും കൂടെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബം നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകും, ഇല്ലേ? അപ്പോഴാണ് ആ കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നത്. അപ്പം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നല്ലൊരു ജീവിതമായിട്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യും. കാരണം രണ്ടുപേരും കൂടി ജോലി ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുവരുന്ന പണം കൊണ്ട് സന്തോഷത്തോടെ ഒരു നല്ലൊരു കുടുംബജീവിതം മക്കൾക്കും ഒക്കെ മാതൃകയായിട്ടിരിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുതന്നെയല്ല, സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര അഭിമാനം. അത് അവരുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു കുറച്ച് കാശ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര അഭിമാനമാണ്. സാധാരണ ഞാൻ കണ്ടിടത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം, ഞാനും ഒരു ഇടകാലത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന. അപ്പം നമ്മൾ ജോലി ചെയ്ത് പൈസ കിട്ടിക്കഴിയുമ്പം നമ്മുടെ പൈസ നമുക്ക് വീട്ടിലേക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. ഭർത്താക്കന്മാർ കൊണ്ടുവരുന്ന സമ്പാദ്യത്തെക്കാളും നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ സാധിക്കുന്ന സ്ത്രീകൾക്കാണ്. അവരാ വീട്ടിലെ മക്കളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുകയും ആ പൈസ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഉപയോഗിക്കാൻ നമുക്ക് ഇടവരുത്തുകയും ചെയ്യും. അതാണ് സ്ത്രീകൾക്കുള്ള ജോലിയുള്ളതിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങൾ വാങ്ങണോ, ഭർത്താവിൻ്റെ കയ്യിൽ തരാവോ, ചേട്ടാ തരാവോ എന്നും ചോദിച്ചാൽ പുറകെ നടക്കേണ്ട കാര്യമില്ല. ഇനി ഞാനൊരു കാര്യം പറയാം. ചില സ്ത്രീകളുണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ പൈസ വാങ്ങുള്ളൂ, ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണത് അഭിമാനമായിട്ട് കാണുന്ന സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെ അല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. സ്വന്തം വരുമാനം കൊണ്ട് അഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ കുറിച്ചാട്ടോ പറഞ്ഞേ. മറ്റവരെ അഭിമാനം ഇല്ലാത്തവരെന്നല്ല ഞാൻ പറഞ്ഞേ. മറ്റവർ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ്, അവരെ പിന്നെ നിർബന്ധിച്ചിട്ടും കാര്യമില്ലല്ലോ. അതല്ലാതെ ജോലി മേടിച്ച് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകളുടെ കാര്യങ്ങളാണ്. അവരുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു വരുമാനം വന്നു കഴിയുമ്പം അവർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസാണ്. അവർ ജീവിതത്തിൽ അപ്പോൾ അവർ എന്നാ പറയണേ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ധൈര്യമാണ്. സ്വന്തം കയ്യിൽ പൈസ ഉണ്ടല്ലോ എന്ന് ഒരു കാര്യം ചെയ്യാനൊക്കെ അവർക്ക് ഭയങ്കര. മറ്റുള്ളവർക്ക് ഒരു പൈസ കൊടുക്കണമെന്ന് വെച്ചാലും അവരാരുടെയും എന്നു പറയണേ, ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് വരുമാനം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഓണത്തിനോ വിഷുവിനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാലും ഒരാൾക്കൊരു ദാനം കൊടുക്കണമെന്ന് വെച്ചാലും അവർക്ക് അപ്പോൾ അവരുടെ കയ്യിൽ അത് പൈസ ഉണ്ടല്ലോ, ഇല്ലേ? അപ്പം അങ്ങനെ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്പ്, എനിക്കറിയാവുന്ന കുറച്ച് ജോലികളെക്കുറിച്ച് ഞാൻ പറയുകയെ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സ്ത്രീകൾക്ക് കേട്ടോ. സ്ത്രീകൾക്ക് ചെയ്യാവുന്ന ഒത്തിരി സ്വന്തം ചെയ്യാവുന്ന ഒത്തിരി മേഖലകളുണ്ട്. ഒന്നാമതാണ് ഡാൻസോ പാട്ടോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡാൻസ് സ്കൂൾ നടത്തുക, അല്ലെങ്കിൽ മ്യൂസിക് സ്കൂൾ നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ട്യൂഷൻ എടുക്കാൻ പറ്റും. അത് കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ട് 1-ാം ക്ലാസ് തൊട്ട് 5-ാം ക്ലാസ് വരെയുള്ള വലിയ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളല്ലെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ സ്ത്രീകളൊക്കെ ഒത്തിരി പേരുണ്ടായിരിക്കും. പക്ഷെ അവർക്കൊരു എന്നാ പറയണേ, ഒരു കുഞ്ഞ് സ്കൂള് ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയാണേലും ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ആദ്യം 500 രൂപ കിട്ടിയാൽ മതിയെന്നേ. 500 രൂപ പിന്നീട് നമുക്ക് നമ്മുടെ സ്ഥാപനം നല്ലതാണെന്നറിയുമ്പോൾ ആൾക്കാർ കൂടുതൽ വരുമ്പോൾ പിന്നെ അത് വികസിച്ച് വന്നോളും. അങ്ങനെ പിന്നെ ഗാർഡൻ നടത്തി പൂക്കൾ വിൽക്കുന്ന അങ്ങനത്തെ പരിപാടികൾ, മുല്ലപ്പൂവ് അല്ലെങ്കിൽ പിച്ചിപ്പൂവ് എന്നൊക്കെ പറയണ ഇങ്ങനെ കൊടുക്കുന്ന ബിസിനസ് ചെയ്യാൻ പറ്റും. പിന്നെ ബ്യൂട്ടി പാർലർ പോലെ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റും. അതേപോലെ നേഴ്സറികൾ, ഈ ചെടികളൊക്കെ വളർത്തി കൊടുക്കുന്ന നേഴ്സറികൾ സ്ത്രീകൾക്ക് സ്വയം തുടങ്ങാൻ പറ്റും.
പിന്നെ പട്ടി പൂച്ച അങ്ങനെയുള്ളതിനെയൊക്കെ വളർത്തി അതിനെ ബ്രീഡ് ചെയ്ത് അതിനെ വിൽക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങാൻ സ്ത്രീകൾക്ക് സാധിക്കും. പിന്നെ കോഴിമുട്ട, കാടമുട്ട അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് തുടങ്ങാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ്. പിന്നെ എന്താ, ഈ മുത്തും ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓൺലൈനായിട്ട് ബിസിനസ്സുകളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയെങ്കിലും ഒരു നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് കഴിവനുസരിച്ച് ഓരോ സാധനങ്ങൾ അതിനൊന്നും ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ പറയും അതിനൊക്കെ ഒത്തിരി മുതൽ മുടക്കില്ലെന്ന് ചോദിക്കും. ഇതൊന്നിനും ഒരു മുതൽ മുടക്കും ഇല്ലാത്ത സാധനങ്ങളാണ് ഞാനീ പറഞ്ഞത്. നമുക്ക് എന്നാന്ന് പറയുന്നത്, ഒരു 5-6 കോഴീനെ മേടിച്ചു വിട്ടിട്ടുണ്ട്, അതിന് മുട്ട കിട്ടിയാൽ അതിന് വിറ്റാലും പൈസ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ള മുട്ട കൊടുത്താൽ മതി. ആട് വളർത്തുന്ന സ്ത്രീകളുണ്ട് അല്ലേ? എൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട്, ആട് വളർത്തി നല്ല പൈസ ഉണ്ടാക്കുന്ന ഒരു ചേച്ചി. പല സൈസ് ആടുകൾ, ഇപ്പോൾ വലിയ വലിയ ഫാം പോലെയായി പുള്ളിക്കാരിയുടെ സ്ഥാപനം. അങ്ങനെയൊക്കെ നടത്തുന്ന അങ്ങനെ എന്തെങ്കിലും നടത്തുക. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ ഒരു തുക സമ്പാദ്യമായിട്ട് KSF പോലുള്ള ചിട്ടികളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിക്ഷേപിക്കുക. പിന്നെ സ്ത്രീകൾക്ക് നടത്താവുന്നതാണ് ചിട്ടികൾ. അവർക്ക് സ്വയം ഒരു 10-15 വിശ്വസ്തരായ ഒരു 5-10 രൂപ പേരെ കൂട്ടി ചിട്ടി നടത്തുക. എന്നിട്ട് 10,000 രൂപയുടെ 20,000 50,000 രൂപയുടെ വരെയൊക്കെ ചിട്ടികൾ നമുക്ക് നടത്താൻ പറ്റും. അപ്പം നമ്മൾ പറ്റിച്ചോണ്ട് പോകാൻ ഇടവരുത്തരുത്. അതിനുള്ള എന്തെങ്കിലും ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടോ ചെയ്യാവുള്ളൂ. അങ്ങനെയുള്ള ഇത് നടത്തുക. പിന്നെ ചിട്ടിയിലൊക്കെ ഒരു കൊച്ചു തുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ചിട്ടിയൊക്കെ ചേരുക. പിക്മി പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം, അതിലൊക്കെ ചേർന്നിടുക. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ചിട്ടി, ഓണച്ചിട്ടി, ഓണഫണ്ട് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർന്ന് നമ്മൾ കിട്ടുന്ന വരുമാനം സൂക്ഷിച്ചു വയ്ക്കുക. എന്തെങ്കിലുമൊക്കെ തുടങ്ങി പശു വളർത്തിയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ചുമ്മാ ഇരുന്ന് സമയം കളയാതിരിക്കുക. പകലിരിക്കുന്ന സമയം, മിച്ചം വരുന്ന സമയം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന്, വീട്ടമ്മമാർക്കാണ്, ജോലിയുള്ളവരും അവർക്ക് വരുമാനം ഉണ്ടല്ലോ, വീട്ടമ്മമാരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയുള്ള കാര്യം എന്നാന്ന് പറയണേ, മീൻ വളർത്തുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പടുതാക്കുളം ഉണ്ടാക്കി മീൻ വളർത്തുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അങ്ങനെ മീൻ വളർത്തി കൊടുക്കണം. പിന്നെ ജൈവ പച്ചക്കറി കൃഷി ചെയ്യണവരുണ്ട്. കുറച്ച് നമ്മുടെ സ്ഥലമില്ലെങ്കിൽ ടെറസിലെങ്കിലും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് അത്യാവശ്യം വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നേ. നമ്മളിങ്ങനെ നിരാശരായിട്ട് നമുക്കൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. മുത്തുമാലകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, കമ്മല്, മാല, വള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന, നമ്മുടെ അടുത്തുള്ള കടകളിൽ കൊണ്ട് കൊടുത്ത് വിൽക്കുന്ന സ്ത്രീകളും ഒക്കെ ഒത്തിരി പേരുണ്ട്. അതേപോലെ പലഹാരങ്ങൾ, അച്ചാറുകൾ ഉണ്ടാക്കുന്നവരുണ്ട്. പരിപ്പുവട, ഉള്ളിവട അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ അച്ചാറ് കുഞ്ഞായിട്ട് തുടങ്ങി ഓൺലൈനായിട്ടും കച്ചവടം ചെയ്യുക. ഇത് ഓൺലൈനായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്കിത് വിൽക്കാം, ഈ സാധനങ്ങളൊക്കെ. അങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്ത്രീകൾ ശക്തി പ്രാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് നമ്മൾ ഈ അടഞ്ഞ് കൂടി ഒരു സമയവും കളഞ്ഞ് അവർ പൈസ തരാവോ, ഇങ്ങോട്ട് തരാവോ എന്നൊക്കെ, പൈസ തരാവോ ചേട്ടാ ഇന്ന കാര്യത്തിന് അത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണേക്കാളും 100 വേഗം മിക്ക സ്ത്രീകളും കാണിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. പാലിൻ്റെ പത്രത്തിൻ്റെ ഒക്കെ പൈസ കിട്ടും, ഹസ്ബൻഡിനോട് ചോദിച്ച് മേടിക്കും. അതിനകത്ത് കുറച്ച് രൂപ കൂടുതൽ മേടിക്കും. എന്ന് വെച്ചാൽ ആ പൈസ സേവ് ചെയ്ത് വയ്ക്കും. ആ കൊച്ചു തുകയാണ് അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് നമുക്ക് നല്ലൊരു തുക സമ്പാദിക്കാൻ പറ്റില്ലേ? ആദ്യം കുഞ്ഞായിട്ട് തുടങ്ങിയാൽ മതിയെന്നേ. കുഞ്ഞ് വരുമാനം മതി. 100 രൂപ ഉണ്ടെങ്കിലും ആ 100 രൂപ നമുക്കൊരു വരുമാനമാണെങ്കിൽ നമുക്ക് ഹാപ്പിയാണ്, നമ്മൾ സന്തോഷവാന്മാരായിട്ടിരിക്കും. നമ്മളങ്ങനെ തുടങ്ങിക്കോളുക. ഒരു ചെറുതായിട്ട് തുടങ്ങിയാൽ മതി. എന്താണെങ്കിലും ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ. അതേപോലെ തുന്നലൊക്കെ നല്ല ഒരു എന്ത് പണിയുണ്ട് തുന്നൽ പഠിക്കാൻ. നമ്മളൊരു മെഷീൻ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ മിക്കവരുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ മെഷീൻ കാണും. കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സുകളൊക്കെ കീറിപ്പോയി തയ്ക്കാനൊക്കെ. അപ്പം ആ മെഷീന് നമ്മൾ കൂടുതൽ നൈറ്റി തുന്നാനോ അല്ലെങ്കിൽ ചുരിദാർ തുന്നാനോ ഒക്കെ പഠിച്ചിട്ട് നമ്മളത് തുടങ്ങിക്കൊള്ളുക. പിന്നെ എന്താണെന്ന് പറയണേ, ഡേ കെയർ പോലത്തെ ഒരു കൊച്ചിനെ, 2 കൊച്ചിനെ, 3 കൊച്ചിനെയൊക്കെ നമ്മൾ പകൽ മുഴുവൻ ജോലിക്കാരുടെ മക്കളെ നോക്കുക. നമ്മുടെ സ്ഥാപനത്തിൽ നന്നായിട്ടാണ് നോക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ കൂടി വരും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയൊരു ബിസിനസ്സുകൾ തുടങ്ങുക. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഒരു സ്വയം പര്യാപ്തത ഉണ്ടാക്കാൻ സ്ത്രീകൾ ശ്രമിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതം മാറി മറിയും. എന്നും നമ്മൾ ഈ ചോദിച്ചുകൊണ്ട് നടക്കേണ്ട കേസില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്ലാണ്ട് നമുക്ക് ജീവിതത്തിലൊന്നും ഈ എല്ലാവരും നമ്മുടെ പ്രായം കഴിഞ്ഞു പോയി, അല്ലെ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിരുന്നാൽ അതിനെ നേരങ്ങൾ ഇവർക്ക് പറയാൻ എളുപ്പമാണ്, ഇതൊന്നും ചെയ്യാൻ പാടാന്ന് വിചാരിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട് പിള്ളേർക്ക്.
അതായത് 10ൽ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ട്യൂഷൻ കുറേ പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേർക്ക് ഞാൻ 5ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ഞാൻ ട്യൂഷൻ എടുത്ത വ്യക്തിയാണ്. ഒന്ന് ഓർത്ത് നോക്കിയാൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും സാധിക്കില്ല. നമ്മുടെ തന്നെയാണ് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുക, എനിക്കിത് ചെയ്യാൻ പറ്റും, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഞാനും ചെയ്യാം. ചുമ്മാ ചെടികൾ വളർത്തി അല്ലെങ്കിൽ പച്ചക്കറി നട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുമെന്നേ. നമ്മുടെ ആവശ്യങ്ങൾ എടുക്കുകയും ചെയ്യാം, ബാക്കിയുള്ള നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ജൈവ കൃഷിക്കൊക്കെ ഇപ്പം നല്ല വില കിട്ടുന്ന സമയമല്ലേ. ജൈവ പച്ചക്കറി കൃഷിക്കൊക്കെ നല്ല പൈസ ഉള്ള സാധനം അത്. ജൈവമാണെന്നും പറഞ്ഞ് കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ അതുപോലെയൊക്കെ കൃഷി ചെയ്യുക. പാവല്, പയറ്, വെണ്ട അങ്ങനെയൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്നേ. നമുക്കൊരു വരുമാനം ഉണ്ടാക്കണം. ചുമ്മാ ഇരുന്ന് കളയുന്ന സമയം നമ്മൾ വേസ്റ്റാക്കി കളയല്ലേ. ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അല്ലാണ്ട് എപ്പോഴും നമ്മൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് നടക്കണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.